നമസ്കാരം. സ്കൂൾ പ്രവേശനോത്സവ ഗാനമായി മുഴങ്ങിക്കേട്ട കൊട്ടാരക്കര താമരക്കുടി SVVHSലെ വിദ്യാർത്ഥിനി ഭദ്രാഹരിയുടെ വരികൾ അങ്ങേയറ്റം പ്രതിഭ വെളിയാക്കുന്നതും അതോടൊപ്പം തന്നെ തെളിച്ചം പ്രകടമാക്കുന്നതുമാണ്. എന്നാൽ ഉദ്ഘാടനം നടത്തിക്കൊണ്ട് മുഖ്യമന്ത്രി നടത്തിയ പ്രഭാഷണം, അത് സംസ്ഥാന സർക്കാരിൻ്റെ പദ്ധതിയും സൂചിപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹം നടത്തിയ പ്രഭാഷണം. ആ പ്രഭാഷണം കേട്ടാൽ മനസ്സിലാകുന്നത് ഇത്തരം തെളിച്ചവും പ്രതിഭയുമുള്ള ഒരു വിദ്യാർത്ഥി ഈ സ്കൂൾ പദ്ധതി, ഈ പാഠ്യപദ്ധതിയിലൂടെ കടന്നു വരുമ്പോൾ എങ്ങനെ തെളിച്ചമില്ലായ്മയും അവ്യക്തതയും സംഘർഷവും സംഘടനവും നിറഞ്ഞ വ്യക്തിയാകും എന്ന് വെളിവാക്കുന്നതായിരുന്നു. ഉദാഹരണത്തിന് ഭദ്രാഹരിയുടെ വരികളൊന്ന് ആദ്യം ശ്രദ്ധിക്കുക. മഴമേഘങ്ങൾ പന്തലൊരുക്കിയ പുതുവർഷത്തിൽ പൂന്തോപ്പിൽ കളിമേഘങ്ങൾ വർണ്ണം വിതറിയ ഒരു അവധിക്കാലം മായുന്നു. നല്ല തെളിച്ചമുള്ള വരികൾ, അതോടൊപ്പം തന്നെ നല്ല ആ ഒരു ബിംബകൽപ്പനയും നമ്മളിലേക്ക് ആ ഒരു അനുഭവം ഇറങ്ങി വരികയും ചെയ്യുന്നു. അതേസമയത്ത് പ്രവേശനോത്സവത്തിൻ്റെ ആ ബാനറിൽ എഴുതിയിരിക്കുന്ന ഒരു മുദ്രാവാക്യം പോലുള്ളൊരു വാചകങ്ങൾ, 3 വാക്കുകൾ എഴുതിയിരിക്കുന്നു. ഒന്ന്, ഒന്നിച്ച് ഒന്നായി ഒന്നാവാം. എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇത് വായിക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് വിദ്യാർത്ഥികളെല്ലാം മാറ്റിവെക്കാം. ഇപ്പം മുഖ്യമന്ത്രി പ്രസംഗിച്ചത് വിദ്യാർത്ഥികളെ ലക്ഷ്യം വെച്ചിട്ടാണെങ്കിലും വിദ്യാർത്ഥികൾക്ക് മനസ്സിലാവുകയോ മനസ്സിലാകാതിരിക്കുകയോ, അത് മനസ്സിലാവുന്ന ചിലപ്പം വിദ്യാർത്ഥികളുണ്ടെങ്കിൽ ഉണ്ടായിക്കോട്ടെ, പക്ഷേ ഇത് അധ്യാപകർക്ക് മനസ്സിലാകുമോ എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. എന്താണ് ഒന്നിച്ച് ഒന്നായി ഒന്നാവാം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അത് പോസ്റ്ററിലെ എഴുത്താണ്. പിന്നീട് മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തിലെ പ്രധാനപ്പെട്ട ചില അദ്ദേഹം ഉയർത്തിക്കാണിച്ച ഘടകങ്ങൾ നോക്കാം. അറിവ് നേടുക. അത് കഴിഞ്ഞിട്ട് അറിവിനെക്കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. എന്താണ് അറിവ്? അറിവ് മാത്രം പോരാ. അപ്പോൾ എന്താണ് അറിവ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കാര്യങ്ങൾ ശേഖരിച്ച് വയ്ക്കുന്നതാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഹൃദയസ്ഥമാക്കി വയ്ക്കുന്നതാണെന്നുണ്ടെങ്കിൽ, അതല്ലെങ്കിൽ ഓരോരോ കാര്യങ്ങൾ പഠിച്ച് സ്വായത്തമാക്കുന്നതാണെന്നുണ്ടെങ്കിൽ, അതെല്ലാം ഇന്ന് നിർമ്മിത ബുദ്ധി ഏറ്റെടുത്ത് കഴിഞ്ഞിരിക്കുന്നു. ഏത് സാങ്കേതിക വിദ്യ വേണമെങ്കിലും, ഒരു നിരക്ഷരന് വേണമെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആപ്പ് ക്രിയേറ്റ് ചെയ്യുന്ന രീതിയിലേക്ക്, കോഡിംഗ് പോലും നടത്തുന്ന അവസ്ഥയിലേക്ക് സാങ്കേതിക വിദ്യ ഈ കഴിഞ്ഞ മെയ് മാസം 20 മുതൽ ലഭ്യമായി കഴിഞ്ഞു. അതാണ് ഗൂഗിൾ അനൗൺസ് ചെയ്തിട്ടുള്ളത്. അതോടൊപ്പം തന്നെ അറിവ് നേടിക്കഴിഞ്ഞാൽ അറിവ് മാത്രം പോരാ എന്ന് അദ്ദേഹം പറഞ്ഞിട്ട് വീണ്ടും പറയുന്നു, വിവേകബുദ്ധി സൃഷ്ടിക്കാനാകണം. ഇതൊക്കെ അദ്ദേഹം ഈ വിദ്യാഭ്യാസ പദ്ധതിയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം പറയുന്നത്. എന്താണ് വിവേകബുദ്ധി? അതിനെക്കുറിച്ചും അദ്ദേഹം പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല. വിവേകം എന്ന് മാത്രമേ പറയുന്നുള്ളൂ. പിന്നീട് അദ്ദേഹം പറയുന്നത്, എന്തിനേയും വിമർശന ബുദ്ധിയോടെ കാണണം. നമ്മുടെ ഈ നാട്ടിൽ, കേരളത്തിൽ വിമർശനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാരെ മോശമാക്കുക, കുറ്റപ്പെടുത്തി സംസാരിക്കുക, ഒരു സൃഷ്ടിയുണ്ടെങ്കിൽ ആ സൃഷ്ടിയെ മോശമാക്കി സംസാരിക്കുക എന്നുള്ളതാണ് പൊതുവെ നാം കണ്ടുവരുന്നത്. തീർച്ചയായിട്ടും വിമർശനം അതല്ല. അപ്പോൾ എങ്ങനെയാണ് ഈ വിമർശന ബുദ്ധി സൃഷ്ടിക്കേണ്ടത്? ആ രീതിയിൽ ചിന്താശേഷി വർദ്ധിപ്പിക്കണം. ഇത് ഇപ്പോൾ ഗൂഗിൾ അനൗൺസ് ചെയ്തിട്ടുള്ള, ഗൂഗിൾ അവരുടെ IO 2025 കീനോട്ടിൽ അനൗൺസ് ചെയ്തിട്ടുള്ള ജെമിനി 2.5 പ്രോയിൽ അവർ ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്നത് കുട്ടികളിൽ ക്രിട്ടിക്കൽ തിങ്കിങ്, അത് തന്നെയാണ് ഇവിടെ മുഖ്യമന്ത്രി ഉദ്ദേശിച്ചിരിക്കുന്നത്. ആ ക്രിട്ടിക്കൽ തിങ്കിങ് എങ്ങനെ അവരിൽ ജനിപ്പിക്കാം, എന്നിട്ട് അവരുടെ വാസനയെ ഉണർത്തിയെടുക്കാം എന്നുള്ളതാണ്. കാരണം നിർമ്മിത ബുദ്ധിക്ക് ചെയ്യാൻ കഴിയാത്തത് മാത്രമാണ്, ചെയ്യാത്ത കാര്യങ്ങൾ മാത്രമാണ്, അതായത് ക്രിയേറ്റീവായിട്ടുള്ള സർഗാത്മകമായ ഘടകങ്ങൾ കുട്ടികളിൽ ഉണർത്തുക. അതിനും സഹായിക്കാൻ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിലെ നിർമ്മിത ബുദ്ധിക്ക് കഴിയുന്നുണ്ട്. പക്ഷേ അത് ആ സർഗാത്മകത പുറത്തേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് വിദ്യാർത്ഥികളിലൂടെ അല്ലെ ഇന്നത്തെ വിദ്യാഭ്യാസം ആവശ്യപ്പെടുന്ന ഒരു പദ്ധതി എന്ന് പറയുന്നത്. എന്നിട്ട് മുഖ്യമന്ത്രി വീണ്ടും പറയുന്നു, കുട്ടികൾ വളരുമ്പോൾ നല്ല മാനവികത ഉണ്ടാകണം. അപ്പോൾ എന്താണ് മാനവികത? അതുപോലെ പരസ്പര സ്നേഹം വളർത്തണം.
മതനിരപേക്ഷത നല്ലപോലെ ഉണ്ടാകണം. ഈ മതനിരപേക്ഷത നല്ലപോലെ ഉണ്ടാവണമെന്ന് പറഞ്ഞാൽ ആദ്യം എന്താണ് മതം എന്നൊരു ധാരണ വേണ്ടേ? അതോ മുഖ്യമന്ത്രിയൊക്കെ എപ്പോഴും എല്ലാ പ്രസംഗങ്ങളിലും അദ്ദേഹം എവിടെയൊക്കെ നമ്മളുമായിട്ട് സംസാരിക്കുന്നു, ഏത് വേദിയിലാണെങ്കിലും അദ്ദേഹം മതനിരപേക്ഷം എന്നുള്ള വാക്ക് ഉപയോഗിക്കാതെ പോകില്ല. അപ്പോൾ എന്താണ് മതം എന്നറിഞ്ഞെങ്കിൽ മാത്രമേ മതനിരപേക്ഷം എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. അവിടെയും അവ്യക്തത. അതോടൊപ്പം ജനാധിപത്യ ബോധം വളർത്തിയെടുക്കാൻ കഴിയണം. ജനാധിപത്യ ബോധം എന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മളുടെ മുതിർന്നവർക്ക് പോലും ജനാധിപത്യ ബോധം എന്ന് പറയുന്ന സംഗതി നമ്മളുടെ മുമ്പിൽ കാണുന്ന ജനാധിപത്യത്തെ, സംവിധാനങ്ങളെ നോക്കിയിട്ടുള്ള ബോധമാണ് കൂടുതലുള്ളത്. പിന്നെ ഏറ്റവും കൂടുതൽ ജനാധിപത്യ ബോധം എന്ന് പറയുന്ന സംഗതി തെരഞ്ഞെടുപ്പ് വരുമ്പോഴാണ് നമ്മളതിനെ അറിയുന്നത്. അല്ലാതെ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ എന്താണ് ജനാധിപത്യ ബോധം, അത് വീട്ടിൽ പ്രയോഗിക്കേണ്ടതാണോ ജനാധിപത്യ ബോധം, അതോ സമൂഹത്തിൽ പ്രയോഗിക്കേണ്ടതാണോ? ഒന്നാമത് ജനാധിപത്യം എന്നുള്ള പ്രയോഗം തന്നെ വളരെയധികം വിരുദ്ധ അർത്ഥം സൃഷ്ടിക്കുന്നതാണ്. കാരണം അവിടെ ജനാധിപത്യത്തിനോട് ചേർന്ന് ആധിപത്യം വരുന്നത് മൂലം ശരിക്കും അവിടെ വേണ്ടത് ജനായത്തം എന്നുള്ള വാക്കാണ്. കാരണം ജനങ്ങളിലേക്ക് വന്നു ചേരുന്നത് എന്നാണ് ജനായത്തം എന്നുള്ള വാക്കിൻ്റെ അർത്ഥം. നമ്മളെ പണ്ട് കേരളത്തിൽ ഇപ്പം VS അച്യുതാനന്ദനൊക്കെ ആ തലമുറയിലുള്ളവരൊക്കെ ഉപയോഗിച്ചിരുന്ന വാക്കുകൾ ജനായത്തം എന്നായിരുന്നു. VS അച്യുതാനന്ദനും ഇടയ്ക്ക് അത് ഉപയോഗിക്കുമായിരുന്നു. പിന്നീട് അദ്ദേഹം അറിവിലാണ് കൂടുതൽ ഊന്നൽ നൽകുന്നത്. അറിവ് പ്രധാനമാണ്. പിന്നീട് അത് മാത്രം പോരാ, തിരിച്ചറിവും വേണമെന്ന് പറയുന്നു. അപ്പോൾ തിരിച്ചറിവ് വേണമെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് തിരിച്ചറിവ് ഉണ്ടാകുന്നത്? അവിടെയും അവ്യക്തത. അറിവ് സാഫല്യത്തിലെത്തണമെങ്കിൽ ഔചിത്യബോധം വേണം. ഒന്ന് ആലോചിച്ച് നോക്കുക, എന്താണ് തിരിച്ചറിവും ഔചിത്യബോധവും തമ്മിലുള്ള വ്യത്യാസം? അല്ലെങ്കിൽ എന്താണ് ഇത് രണ്ടും തമ്മിലുള്ള ബന്ധം? ഔചിത്യം വന്നാൽ തിരിച്ചറിവ് ഉണ്ടാകുമോ? അത് തിരിച്ചറിവ് ഉണ്ടായിക്കഴിഞ്ഞാൽ ഔചിത്യം വരുമോ? അതുണ്ടാകാൻ വകതിരിവ് സൃഷ്ടിക്കണം. ഒന്ന് ആലോചിച്ച് നോക്കുക. ഇത് അദ്ദേഹം ഒരേ അടുക്കിലിങ്ങനെ പറഞ്ഞു പോയതാണ്. വകതിരിവ് സൃഷ്ടിക്കണം. എന്താണ് വകതിരിവ്? തിരിച്ചറിവും വകതിരിവും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? തിരിച്ചറിവും അല്ലെങ്കിൽ വകതിരിവും ഔചിത്യവും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അല്ലെങ്കിൽ ബന്ധം എന്താണ്? അത് കാര്യകാരണ പരിശോധനയുടെ അടിസ്ഥാനത്തിലാവണം. അതും ശരിയാണ്, അദ്ദേഹം പറയുന്നതൊക്കെ വളരെ ശരിയാണ്. പക്ഷേ എന്ത് വ്യക്തതയാണ് ഇതൊക്കെ നൽകുന്നത്? അതേപോലെ തന്നെ സമൂഹത്തിന് വിനിയോഗിക്കാനുള്ള മനസ്സുണ്ടാകണം. അപ്പോൾ ഇത്രയുമൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ ഇത് സമൂഹത്തിന് വിനിയോഗിക്കാനുള്ള മനസ്സ് ഉണ്ടാവുന്ന അവസ്ഥയിലേക്കാകുമോ? വീണ്ടും അദ്ദേഹം പറയുന്നു, അറിവ് മാത്രം പോരാ, ചിലപ്പോൾ അറിവുണ്ടെങ്കിലും അറിവില്ലായ്മയുടെ ഫലം ചെയ്യും. ഏറ്റവും വലിയ അപരാധം മുഖ്യമന്ത്രിയുടെ വായിൽ നിന്ന്, അല്ലെങ്കിൽ മുഖ്യമന്ത്രി എഴുതി വായിച്ച പ്രസംഗമാണ്. മുഖ്യമന്ത്രിക്കത് അദ്ദേഹത്തിൻ്റെ പ്രൈവറ്റ് സെക്രട്ടറിയോ ചിലപ്പോൾ പ്രഭാവർമ്മയോ മറ്റോ ഒക്കെ എഴുതി കൊടുത്ത പ്രസംഗമായിരിക്കും. ഒരിക്കലും പ്രയോഗിക്കാൻ പാടില്ലാത്ത ഒരു അധ്യാപകനോ ഒരു വിദ്യാഭ്യാസമുള്ള വ്യക്തിയോ ഒരു മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട വ്യക്തിയോ പ്രയോഗിക്കാൻ പാടില്ലാത്ത ഒരു പ്രയോഗമാണ്. ചിലപ്പോൾ അറിവുണ്ടെങ്കിലും അറിവില്ലായ്മയുടെ ഫലം ചെയ്യും. കാരണം അറിവുള്ള വ്യക്തി ഒരിക്കലും അറിവില്ലായ്മ ചെയ്യില്ല. അവിടെയാണ് അറിവിൻ്റെ പ്രസക്തി വരുന്നത്. അവിടെയാണ് അറിവ് എന്താണ് എന്ന് തിരിച്ചറിയേണ്ടത്. അതിനെക്കുറിച്ച് വ്യക്തത മുഖ്യമന്ത്രിക്ക് പ്രസംഗം എഴുതി കൊടുത്ത വ്യക്തിക്കും ഇല്ലാതിരുന്നത് കൊണ്ടാണ് ഈ അബദ്ധം അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ, ഇത്രയധികം അബദ്ധങ്ങളുടെ കൂട്ടത്തിൽ ഈ അബദ്ധം കടന്നുകൂടിയത്. കാരണം അറിവുള്ള വ്യക്തി ഒരിക്കലും അറിവില്ലായ്മയുടെ സ്വഭാവമോ അറിവില്ലായ്മയോ പ്രകടിപ്പിക്കുന്നില്ല. പിന്നെ അറിവിനെ സമൂഹവുമായി ബന്ധിപ്പിക്കുക. ഈ വഴിക്കുള്ള ശ്രമങ്ങളാണ് സർക്കാർ നടത്തുന്നത് എന്നാണ് അദ്ദേഹം പ്രസംഗിച്ചു വച്ചിരിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കുക, ഇത്രയും അവ്യക്തതകൾ. കാരണം അവ്യക്തതയിൽ നിന്ന് വ്യക്തത ഉണ്ടാക്കുക എന്നുള്ളത് മാത്രമാണ് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യം. അതായത് അജ്ഞതയിൽ നിന്ന് അറിവുണ്ടാക്കുക, അജ്ഞതയിൽ നിന്ന് ജ്ഞാനം ഉണ്ടാക്കുക. ഇവിടെ വളരെ തെളിച്ചമുള്ള വിദ്യാർത്ഥികൾ
ഇപ്പോൾ ഈ ഭദ്രാഹരി ആ വരികൾ എഴുതിയേക്കെന്ന് നോക്കുക. അത്രയും പ്രതിഭയും തെളിച്ചവുമുള്ള കുട്ടികളിലേക്ക് എങ്ങനെയാണ് അവ്യക്തതയും അതേപോലെ തന്നെ സംഘർഷങ്ങളും മറ്റുമെല്ലാം നിറയ്ക്കുന്നത് എന്നുള്ളതിൻ്റെ കാരണം ഈ പ്രസംഗം എഴുതിയ വ്യക്തികൾ അല്ലെങ്കിൽ ഈ പ്രസംഗം എഴുതിയ സംവിധാനം തന്നെയാണ് വിദ്യാർത്ഥികളുടെ മുമ്പിലേക്ക് ഈ പുതിയ വിദ്യാഭ്യാസ പദ്ധതിയെ മുമ്പോട്ട് വച്ചിരിക്കുന്നത്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കേരളത്തിലെ സർക്കാർ സ്കൂളുകളിൽ പോകുന്ന വിദ്യാർത്ഥികളെയാണ്. ഇനിയൊരു 15 വർഷം കഴിയുമ്പോൾ ഈ വിദ്യാർത്ഥികളുടെ അവസ്ഥ എന്തായിരിക്കും? ഈ ഒരു സമീപനത്തിലൂടെ, ഈ ഒരു വീക്ഷണത്തിലൂടെ, ഈ ഒരു പാഠ്യപദ്ധതിയിലൂടെ കടന്നു വരുന്ന വിദ്യാർത്ഥികളുടെ അവസ്ഥ ആലോചിക്കുമ്പോഴാണ് 15 വർഷത്തിന് ശേഷമുള്ള ഇത്രയും പ്രതിഭകൾ കേരളത്തിന് നഷ്ടമാകുന്നു എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകുന്നത്.